ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം സ്മാഷി റോഡ് എടുത്ത് വന്നിരിക്കുകയാണ്. ഒത്തിരി നാൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾക്ക് ശേഷം. ഇതിന് ഫസ്റ്റത്തെ 4-3 പാർട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനിതിൽ പ്രോ ആയിരിക്കുന്നു ഗൈസ്. യെസ്, എൻ്റെ കയ്യിൽ മിസ്റ്ററിയിൽ വണ്ടികൾ എന്ന് പറഞ്ഞ വണ്ടികളാണ്. അത്ര ഒന്നുമില്ല. ഇത് മിസ്റ്ററി തേട്ടായി കണ്ടേ. ഈ കാറ് F1, പോലീസ്, ഫയർ എൻജിൻ, പിന്നെ ഇതാണ് സൂപ്പർ സാധനം. ഇത് എന്താ പറയുക, ഇങ്ങനെ ബോംബ് ഇടും. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ബോംബ് ഇടുക. ഞാൻ കാണിച്ചു തരാട്ടാ. പിന്നെ എനിക്ക് മിസ്റ്ററിയിൽ ഒത്തിരി ഇതുകൾ കിട്ടി. ടാക്സി ഡ്രൈവർ, ബസ് ഡ്രൈവർ, സോംബി വരെ കിട്ടി. ഞാൻ പൈലറ്റാ വെറുതെ രസത്തിന് ഇടാന്നുള്ളൂ. സോംബിക്ക് 5 ഹാർട്ടുണ്ട്. പിന്നെ ഏലിയൻ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടി. പിന്നെ മറ്റേ F1 കിട്ടിയപ്പോൾ കോമണിൽ എനിക്കൊരു എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. റേസർ നോ നെയിം എന്നാണ് ഇട്ടേക്കണത്. പക്ഷെ ഇത് റേസറാണ്. മറ്റേ വണ്ടീൻ്റെ കൂടെ കിട്ടിയതാണ് കോംബോ ആയിട്ട്. ഫയർ എഞ്ചിന് അങ്ങനെ കിട്ടിയ എനിക്ക്. ഫയർ ഫൈറ്റർ ഇല്ല, ഒരു സാധനം ഉണ്ട്, അതും കോംബോ ആയിട്ട് കിട്ടിയ. അപ്പോൾ എന്തായാലും ഞാൻ സോംബി വെച്ച് കളിക്കാം. സോംബി അതെ പിന്നീന്ന് പോണ കണ്ടത്. ഇല്ല, ഞാനാണ് ഫസ്റ്റ്. സത്യം പറയാ ഗൈസ്, നമ്മള് ഇതെടുത്താ പോലീസായിട്ട് കളിക്കാനൊന്നും പറ്റില്ല കേട്ടാ. അത് മറ്റേ ബാങ്ക് റോബർക്ക് കിട്ടിയത്. ഇത് F1 റേസ് ചെയ്തപ്പോ ഇത് മറ്റേ ഫയറിന്റെ, ഇത് എന്തിനാ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കൊരു ഏലിയന്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ കാര്യമില്ല ഗൈസ്. എപ്പിക്കിലും കണ്ടത് ഏലിയൻ. പിന്നെ ഡ്രിഫ്റ്റിംഗ് കാർ ഞാൻ ഇത്തിരി അപ്ഗ്രേഡ് ചെയ്തു. നിങ്ങൾക്ക് കണ്ട തോന്നുമെന്നറിയില്ല. ബാക്കിൽ ഇത്തിരി സ്പോയിലറും പിന്നെ എക്സോസ്റ്റൊക്കെ 4 പോലെയൊക്കെ വന്നു. ഞാൻ ഇത്തിരി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് കളിച്ചു നോക്കട്ടെ. ഞാൻ ഡ്രിഫ്റ്റിംഗ് കയ്യിൽ കിട്ടിയ എൻ്റെ പൊന്നെ. ലുക്ക് മാത്രമേ കൂടിയിട്ടുള്ളൂ, ഡ്രിഫ്റ്റിംഗ് ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഗൈസ്, ഞാൻ എൻ്റെ ലംബോർഗിനി അല്ല ഗൈസ്, ഇതിനകത്ത് എനിക്ക് ടാസ്ക് ഒന്നും ചെയ്യാനില്ല. അതാണ് വേറെ ഡിസ്റ്റ്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ കണ്ട, ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ കീ ടു സക്സസ് ആണ്. എനിക്ക് കീ ടു സക്സസ് എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയില്ല. അവിടേക്ക് ഞാൻ പോകുമ്പോൾ ഇതിനകത്ത് പറയണത് കീ വേണമെന്നാണ്. പക്ഷെ കീ എവിടെ നിന്ന് കിട്ടാൻ ഞാൻ കാണിച്ചു തരാൻ കഴിച്ചു. എനിക്കത് എന്താ സംഭവം മനസ്സിലായിട്ടില്ല. എൻ്റെ പൊന്നെ, ഇത് പെട്ടെന്ന് വന്നല്ലോ. പേടിക്കേണ്ട കഴിച്ചു. ഒടുക്കത്തെ സ്പീഡ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇതാണ് ഇപ്പോൾ സ്ഥിരം കളിക്കാറ്. ഭയങ്കര സ്പീഡ്, സാധനം കത്തിപ്പോവും. ഡ്രിഫ്റ്റിങ് വലിയ ഡ്രിഫ്റ്റിയൊക്കെ ചെയ്യൂട്ടാ. തെറ്റുവേണ്ടിയത് വിചാരിക്കുന്ന പോലെയല്ല. സൂപ്പർ സാധനം. അവിടെ 1 വേ ഇല്ല. അപ്പൊ നമുക്ക് ഈ വഴി പോകാം. 1 മിനിറ്റ്, ഞാൻ അവിടെ കറങ്ങി കളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. വെള്ള ഇത് വെള്ളം. എൻ്റെ പൊന്നളിയത് എന്തത്, എൻ്റെ പൊന്നൂസേ. പിന്നെ ബിഗ് എയർ ടൈം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ എനിക്കിപ്പോൾ ചെയ്യാറിയാൻ കഴിച്ചു. അതൊക്കെ ഞാൻ ചെയ്ത്. അറിയാത്തായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കേ. അതന്നെ, അറിയാത്തായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കീ ടു സക്സസ് അതെനിക്ക് കിട്ടണം. അത് മാത്രം എനിക്ക് കിട്ടാനുള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ല. ഇപ്പൊ വണ്ടി തിരിച്ചു പോയാൽ ഓക്കെ. സ്ഥലത്തിയിട്ടുണ്ട്. ഇവിടെ കീ ടു സക്സസ് ആണത്. ഉറപ്പാ, 100% ഉറപ്പാ. സാധനം ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ
ഓക്കെ ഫസ്റ്റ് കണ്ട ഡെയിലി കോമ്പറ്റീഷൻസ് ടൈം ലെഫ്റ്റ് 34 മണിക്കൂർ. എല്ലാ ദിവസവും ഞാൻ ഫസ്റ്റ് ആണ് ഗൈസ്. കണ്ട 16,000 ടോപ്പ് സ്കോർ സംതിങ്. ഇന്റർനാഷണൽ ആണോ നാഷണൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനാണ് ഫസ്റ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൽ പോയി നമുക്ക് സെർച്ച് ചെയ്യാം. അതിൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇതാണ് മെയിൻ മിഷൻസ്. അതിൽ ഞാൻ സോംബി സ്മാഷർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കീട്ട് സക്സസ് എവിടെ കിട്ടും? ഇതൊക്കെ ചെയ്യാനുള്ളത് തന്നെയാണ്. എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യാത്തത്? ഇതൊക്കെ ചെയ്യും ഞാൻ, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, കീട്ട് സക്സസ് എനിക്ക് കിട്ടണതായിരുന്നു. ഇതാ കണ്ട എല്ലാം ഞാൻ ചെയ്ത. ഈ മാപ്പിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഇവിടെ ഓട്ടോറിക്ഷയാ എടാ പോയി. ഓട്ടോറിക്ഷ കയറിയപ്പോ സ്പീഡായി. എന്ത് ചെയ്യാനാണ്? എന്ത് ഓട്ടോറിക്ഷ അവിടെ നിർത്തും ഓട്ടോറിക്ഷ. അപ്പൊ പോലീസുകാരൻ ഓട്ടോറിക്ഷനെ തട്ടിയിടുന്നു. ഓട്ടോറിക്ഷ സ്റ്റോപ്പ്. ഓട്ടോറിക്ഷനെ മൂട്ടിൽ തല്ലിട്ട് ഓട്ടോറിക്ഷ സ്റ്റോപ്പ്. അല്ലത് ഓട്ടോറിക്ഷ തന്നെയല്ലേ? ഓട്ടോ ഡ്രൈവിങ് അങ്ങനത്തെ വല്ല സാധനം ഉണ്ടായിനി. ടാക്സി ഡ്രൈവിങ്ങും ബസ് ഡ്രൈവിങ്ങും ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. അതേപോലെ ഇനി ഓട്ടോ ഡ്രൈവിംഗ് നല്ല സാധനം ഉണ്ടാവും. ഉണ്ടായിരിക്കും ഗൈസ് ഓട്ടോ ഡ്രൈവിങ്. സാധനം സൂപ്പർ സാധനമാണല്ലോ. സ്പീഡില്ല എന്നുള്ളൂ. സൂപ്പറാ. ഓടുമ്പോഴേക്കും അങ്ങനെ തെറിച്ചു. അതേപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിപ്പോ ഞാൻ എവിടെ നിക്കണ? സിറ്റി വിടുന്നില്ല. ഓട്ടോ വടിയാറ് എനിക്കങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ഓട്ടോ എടുക്കണം. ഓട്ടോ ഡ്രൈവിങ് എനിക്ക് വരണം. അവിടെ ഒരു ഓട്ടോ ചെത്തു. അതേപോലെ ഒരു 4-5 തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിക്കും. ഒക്കെ നമ്മളിപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ എത്തി. ആരും ഇല്ലേ? ഇത് ഓട്ടോ ഡ്രൈവിങ്ങിന് ഇതില്ല കേട്ടോ ആൾക്കാരിനെ. അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് അപ്പം തന്നെ വരും. ബസ്സൊക്കെ ഇപ്പോൾ വെറുതെ എടുത്താൽ പോലെ ആൾക്കാരുകളാ. മഞ്ഞ് അപ്പം നേരത്തെ നീല. നമ്മൾ പറഞ്ഞ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ കളർ വരിക. നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കാം. എന്ത് സാധനം? അത് മറ്റേ സാധനം ചാവടാ. എന്തായി മകനേ? ആള് നിക്കണൊക്കെ വില്ലേജേഴ്സ് ഒക്കെ ഇങ്ങനെ ഓടിപ്പോണു. വില്ലേജർ അത് ഓടിപ്പോയാലും കീട്ട് സക്സസിന്റെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പൊ ഞാൻ വേറെ മാപ്പിൽ സ്പോൺ ആയിട്ടുണ്ട്. ഈ മാപ്പിൽ ഇതിൽ പറയണത് ഞാൻ കീട്ട് സക്സസിന്റെ തൊട്ടടുത്തുണ്ടെന്നാണ്. എന്താ എടാ ഞാൻ സോംബീസ് മെസ്സേജ് ചെയ്താണല്ലോ. അല്ല, സോംബീസ് മാഷർ ഞാൻ ചെയ്താണ്. പിന്നെന്താ കാര്യം? എന്താ ഇതിനകത്തപ്പോ ചെയ്യണ്ട? നീ വേറെ എന്തെങ്കിലും എടാ ഞാൻ ഓൾറെഡി സോംബീസ് മാഷർ ചെയ്തതാണ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വരും. എന്നാലും എനിക്ക് സോംബീസ് മാഷർ കിട്ടുക. എനിക്ക് ആ സോംബിയുടെ ഇത് കിട്ടിയില്ലേ ക്യാരക്ടർ, അതന്നെ സോംബീസ് മാഷർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെന്തൊട്ട് ഈ സോംബീസ് മാഷറിൽ ചെയ്യാനുള്ളത് അറിയാൻ പാടില്ല ഗൈസ്. എന്തായാലും സർവേ ഇതൊക്കെ
സർവൈവ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടിയും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, സോംബി സ്മാഷർ മിഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കായിരിക്കും. ബട്ട് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, അല്ലാണ്ട് എനിക്ക് സോംബിയുടെ മിസ്റ്ററി ക്യാരക്ടർ കിട്ടില്ല. ഇത് വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. ആ മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല കേട്ടോ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മിസ്റ്ററി ക്യാരക്ടേഴ്സ് വാങ്ങും. ഓ ഗൈസ്, നമ്മൾ ഈ വണ്ടി കൊണ്ട് പോയി രക്ഷപ്പെടണം. എന്നാ പിന്നെ ഞാനങ്ങനെ സോംബില്ലേ, സോംബി ഉണ്ടാക്കി പണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടി എടുത്ത് കളിക്കാം. ഈ വണ്ടിയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്നാലേ എനിക്ക് സോംബി സ്മാഷർ എന്ന് പറഞ്ഞ സാധനം. ഞാൻ സോംബി സ്മാഷർ ചെയ്താണ്. ഇനി എത്ര പ്രാവശ്യം ചെയ്യണം? 160 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. ടാക്സിയാണ് പിടിച്ചിട്ട്. ടാക്സി കൊണ്ടാണ്. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാണല്ലോ, ലൈൻ ബസ് ആയതുകൊണ്ടായിരിക്കും. ഓ പെട്ടപ്പാട്ടേന്ന് ആൾക്കാർ വരും. പക്ഷെ ചുവന്ന എനിക്ക് ഇത് വെച്ച് ഇത് ചാടും അവിടെ അനങ്ങാണ്ട് തോന്നും എന്നൊക്കെ ഞാൻ പറയും. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കും. ആ നല്ല സ്റ്റണ്ട് ഇറങ്ങിപ്പോടെ. ഇതാ ചുവന്ന ബസ്സില്ലേ, അതിലാണ് പെട്ടെന്ന് ആളെ കിട്ടുക. ആളെ കിട്ടാൻ സാധ്യത കുറവ് ഇന്ന് മറ്റേ ബസ്സിലാണ്. ആ ബസ്സിൻ്റെ കളർ ഞാൻ പറഞ്ഞു. അതിനൊരു പേരും കൂടി ഉണ്ട്, 20 കാശ് തുകോ. സോംബി സ്മാഷർ ഞാൻ ചെയ്തു. ഇത് തന്നെയല്ലേ സോംബി സ്മാഷർ? അതോ വേറെ ഒന്നുള്ളത്? ഞാൻ ഓൾറെഡി ചെയ്തതാണ്. സോംബി സ്മാഷർ ചെയ്യാണ്ട് ഒരിക്കലും ഇത് കിട്ടില്ല. എന്തുട്ട് സോംബിയുടെ ക്യാരക്ടർ. പിന്നെ ഹൗ ഇറ്റ്സ് സോംബി സ്മാഷർ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അതാണെങ്കിൽ എനിക്ക് ആ സോംബി സ്മാഷറിൻ്റെ വണ്ടി എടുത്തിട്ട് ഇനി വേറെ എന്തെങ്കിലും ചെയ്യണ്ട ഗൈസ്. അത്ര തന്നെ അല്ലേ ഉള്ളൂ. അത് സർവൈവ് ചെയ്യുക, എന്നിട്ട് ആ വണ്ടിയുടെ ഉള്ളിൽ ചാവണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഞാൻ പ്രോയെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അതൊന്നും അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അത് സ്കോറിൻ്റെ കാര്യത്തിലാണ്. സ്കോർ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത്രയും അത് പരിശ്രമിച്ചാൽ മാത്രം മതി. ഇവിടെ എങ്ങാണ്ടായിട്ടില്ലേ സാധനം? എടാ ഇത് സോംബി സ്മാഷർ. എനിക്കെന്താ ചെയ്യണ്ടെന്ന് അറിയില്ലല്ലോ. കേറി ഗൈസ്, ഞാൻ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം ഇതിനുള്ളിൽ കയറി ഉണ്ടാവില്ല. അത് മതിയോ? ഉള്ളിൽ കയറി ഇരുന്നാ മതിയോ? അത് നമ്മളെ സോംബീനെ ഇടിച്ചിടണോ? ഇടിച്ചിട്ടു. ഓ നമ്മള് സോംബീനെ ഇടിച്ചിടണം. 40 അങ്ങനെ പഠിക്കുക. 40 സോംബീനെ നമ്മൾ ഇടിച്ചിടണം. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. എനിക്കറിയത് എങ്ങനെ കളിക്കണ്ടെന്നുള്ളത്. ഞാനും വിചാരിച്ചു അവിടെ നിന്ന് 40 എഴുതി കാണിച്ചേക്കണം. ഇത് അത്ര ഉള്ളപ്പോ അതിനാണല്ലേ ഈ സെക്കൻഡ് വന്നേക്കണം. അതൊക്കെ ഇപ്പൊ സെറ്റാക്കി തരാം. അതന്നെ 32. ആ അടുത്തത് ഇപ്പൊ സെറ്റാക്കി തരാം. ഇപ്പൊ സെറ്റായിണ്ട്. ഇപ്പൊ മനസ്സിലായി അങ്ങനെ സാധനം ചെയ്യണ്ടേന്ന്. സോംബി സ്മാഷർ ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ. സോംബി സ്മാഷറല്ലേ ഗൈസ്? ശശിയായിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വേഗം പോലീസിന്റെ അറസ്റ്റ് എടുത്ത് എന്നിട്ട് അടുത്ത മാപ്പിൽ ഉണ്ടോ നോക്കാം ഗൈസ്. ബാങ്ക് റോബറി അറിയാത്തവർക്ക് ബാങ്ക് റോബറി ഞാൻ കാണിച്ചു തരാം. ഈസിയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ലൊക്കേഷൻ കാണിക്കുമല്ലോ അവിടെ ഇവിടെയൊക്കെ, അങ്ങോട്ട് പോവാ. ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബാങ്ക് റോബറി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ, അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ടോ. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് റോബറി അത് എന്നൊക്കെ പറഞ്ഞ് വരും. നമ്മൾ നേരെ ഇങ്ങോട്ട് ബാങ്ക് റോബറി ചെയ്യുക. നമ്മളല്ല കേട്ടോ റോബറി ചെയ്യേണ്ടത്.
ഈ വണ്ടീനെ പിടിക്കുക, അതാണ് സംഭവം. അല്ലാണ്ട് നമ്മൾ വേറെ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ പിടിക്കാൻ എളുപ്പമാണ്. നേരെ ഫ്രണ്ടിലൊന്ന് കവറായാൽ മതി, കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ബാങ്ക് റോബറി കംപ്ലീറ്റഡ്. ഇത്ര ഉള്ളു ഗൈസ് ബാങ്ക് റോബറി. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. മിക്കവർക്കും ബാങ്ക് റോബറി അറിയാം, കാരണം ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ടാസ്ക്. ഞാൻ എന്തായാലും ഈ വണ്ടി എടുക്കട്ടെ, കുറച്ച് ദിവസം ലംബോർഗിനിയുടെ പോലീസായിട്ടൊക്കെ കളിക്കട്ടെ. എൻ്റെ ഇത് ഉണ്ട് കേട്ടോ, എനിക്ക് അത്ര ആഗ്രഹമൊന്നുമില്ല ഇത് എടുക്കുക. എങ്ങനെ ഇരിക്കുന്നു. അപ്പം അത് അതിലേക്ക് ചാടാൻ വേണ്ടി പൊട്ടം വരുന്നു. ഓക്കെ അപ്പം നമുക്ക് വണ്ടി ഓടുന്നില്ലല്ലോ, എല്ലാം ഉപകാരമൊന്നുമില്ല കേസ്. നമുക്ക് ചാവണം. അവർ വെടി വയ്ക്കണതാ, പിന്നെ വെടി കൊള്ളട്ടെ. വെടിവയ്ക്കും ഉന്നം പോലും ഇവർക്കില്ല കേസീര്. ഒരു 10-20 വെടി വെച്ച് കഴിഞ്ഞാ എന്നാ പിന്നെ മിന്നലടിക്കും. പിന്നെ വേറെ സാധനം ഉണ്ട്, അതിന്റെ പേരെന്തുട്ടാന്ന് എനിക്കറിയില്ല. അതുകൂടെ ഉണ്ട്. അതിന്റെ പേരെന്തുട്ടാന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അതൊരു മിഷീനാണ്. ഓക്കെ, എനിക്ക് ഞാൻ ആവശ്യപ്പെടാത്ത മിഷീൻസ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അതും തൊട്ടടുത്ത്. ഇപ്പൊ ഞാൻ മാപ്പിൽ പോണ ഇപ്പൊ തന്നെ കണ്ട അവിടെ തൊട്ടടുത്തുണ്ട്. ചെയ്ത മിഷീൻസിലൊക്കെ എന്താ ആ മിഷീനിൽ എന്താ ചെയ്യാണ്ടെന്ന് ഉള്ളത് കാണിക്കും കേട്ടോ. ഒന്നുമില്ലടേ, ജസ്റ്റ് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എവിടാ തറവുണ്ട്. പറക്കാൻ കിട്. ഇങ്ങനെ പറന്ന് കളിച്ചാൽ മാത്രം മതി. അതിങ്ങനെ കൊടുക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് നാട് വിട്ടാലോ, ഇതുണ്ടാവാണേ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്തെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ നാട് വിട്ടു. പോലീസുകാരൊന്നും വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതിയല്ലോ. ദേ ഗൈസ്, നമ്മളൊന്നും ചെയ്യണ്ടതേ. എന്നാൽ എത്ര നേരം പോകും നോക്കാം ഗൈസ്. ഞാൻ ചോദിച്ചപ്പോ ഒന്നും ചെയ്യില്ലതേ, കണ്ട ഒന്നും ചെയ്യില്ല. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക, പൊട്ടണമില്ല സാധനം. എന്നാ പിന്നെ ഞാനിവിടെ ഇരിക്കട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നേരം. എത്ര ദൂരം പോകും നോക്കാം. ഇത് പുക വരുമ്പോ ഞാൻ വിളിക്കാം കേട്ടോ. അല്ല, പുക വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 250 ഇത് പുക വരുമ്പോ എത്രയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ നാട് വിട്ടു. കണ്ട, ഞാൻ നാട് വിട്ട് വേറെ നാട്ടിലെത്തി. ഇനി ഇങ്ങനെ പോട്ടെ. ഇതിനകത്തുണ്ടല്ലോ ഒരു മിഷീൻ ഉണ്ടോ ഓൾ അറൗണ്ട്. ഇവിടെ പോലീസുകാരുണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പോലീസുകാരുണ്ടാവും. ഈ നാട് കഴിയുന്നവരെ മിസൈൽ അതും ഇതൊക്കെ ഉണ്ടാവും. അതാണ് ടാസ്ക്. നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പോലീസ് അലേർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പോലീസുകാർ ഹെലികോപ്റ്ററിൽ വന്ന് നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരും. അത് ഇല്ലാന്നുണ്ടെങ്കിൽ സീനില്ല, അതുണ്ടെങ്കിലേ സീനുള്ളൂ. ഇതിൽ സ്റ്റക്ക് അടിച്ചതാട്ടോ, ഫോണിൽ സ്റ്റക്ക് അടിച്ചതല്ല. ഞാൻ പറഞ്ഞ എടുത്തില്ല, അപ്പോഴത്തേക്ക് മിസൈൽ കിട്ടി. അതൊരു പ്രശ്നമാണ്. പോലീസ് അലേർട്ട്, പോലീസ് ഇത് മറ്റേ സ്ഥലം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ട്രാക്ക് പോലെ കണ്ടില്ല, അതാണ് മറ്റേ റേസ് ട്രാക്ക്. അവിടേക്ക് ഇറങ്ങണോ ഗൈസ്? അത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഗ്ലിച്ച്. പോട്ടെ, ഈ നാട് നമുക്ക് വിടാം. നാടിനെ വിടാം. ഇനി ഇത് പോലീസ് പിടിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പൊ പോണ വഴിക്കില്ലേ, ഞാൻ എന്താ പറയാ, ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ, 2 ഹെലികോപ്റ്റർ നിർത്തിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിന് സ്പീഡുള്ള കാരണം ഇത് തന്നെ എടുത്തു. പക്ഷെ ആ ഹെലികോപ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ സ്പീഡ് ഉണ്ടാവില്ല. ഇതിന് സ്പീഡുണ്ട് ഗൈസ്. നമ്മൾ ഈ നാടും കൂടി വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നാട്ടിലേക്കാണ് പോണത്. ഓക്കെ ഗൈസ്, ഞാൻ ചാവാറ്. ഇനിയൊരു വെടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചാവും. അതിനെക്കാട്ടി മുന്നേ ഞാനിവിടെ ഇറങ്ങി ബോട്ട് എടുക്കാം. കാരണം പോലീസ് അലേർട്ട് വന്ന് പിന്നാലെ ഉണ്ടായിരുന്നു. മിലിറ്ററിക്കാരുടെ ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാരണം ബോട്ട്.
മിലിറ്ററിക്കാരുടെ ബോട്ട് ഞാൻ കണ്ടിട്ടില്ല. ഏലിയൻ വരെ സർവൈവ് ആയി. ആ കട്ടയും കൂടി ആയി കഴിഞ്ഞാൽ ഏലിയൻ വരും. എറൗണ്ട് ദ വേൾഡ് കംപ്ലീറ്റ്. അപ്പൊ ഇത്ര ഉള്ളു എറൗണ്ട് ദ വേൾഡ്, ഇത്ര ഉള്ളൂന്നേ. ഞാൻ എത്ര നേരം ഇറങ്ങിയെന്ന് നിങ്ങൾ തന്നെ കണ്ടതല്ലേ. എന്നിട്ട് ഇത്ര ഉള്ളൂന്ന് വേണ്ടേ. സോംബിയുടെ ക്യാരക്ടർ. എനിക്ക് ലൈഫൊന്നും ഇല്ലേ, ആ ഗ്ലിച്ചടിച്ച് ലൈഫൊന്നും ഇല്ല. 0 ലൈഫിലാണ് ഞാൻ ഇപ്പൊ ജീവിക്കണം. ഓൾ അറൗണ്ട് ദ വേൾഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സമ്മാനം എന്തുട്ടാ നോക്കാം. ഞാൻ ഇപ്പൊ പൊട്ടും കൈസ്. ഇവര് വെടി വെക്കണം. ഞാനങ്ങനെ ചാവട്ടെ. കടലിൽ വെച്ച് ചാവാം നമുക്ക്. അല്ലെങ്കിൽ കണ്ടക്കാരെ പോവാ. തിരിച്ചു പോകാൻ സമയമുണ്ട്. എന്തായാലും തിരിച്ചു പോവാ നമുക്ക്. കേട്ടിക്കോ. ഓക്കെ സെറ്റ്. ഞാൻ പറഞ്ഞില്ല അപ്പോഴത്തേക്ക് കൂട്ടി. അടുത്ത വേറെ ഇത് കിട്ടുമെന്ന് നോക്കാം. ഏലിയന് ഒന്ന് എടാ ഇത് വർക്കാണില്ല. സാധനം പോയി. എൻ്റെ ഇത് വർക്കാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ലൈഫൊന്നുമില്ല. വേറെ കൊടുക്കാം. എനിക്ക് വെള്ളത്തിൽ ഇവരെന്തും കൊണ്ടാ വരണേന്ന് അറിയണം. ഇല്ല ഗൈസ്, വെള്ളത്തിലും മിലിറ്ററിക്കാരന്നെ. ഏലിയൻസ് തന്നെ വെടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ വർക്കഡ് ആയിട്ടുണ്ട്. നമുക്ക് സമ്മാനം എന്താ നോക്കാം. അപ്പൊ കിട്ടിയിട്ടുണ്ട് അറൗണ്ട് ദ വേൾഡ്. ബാക്ക് അതൊരു സാധനം. ഒരു ബാക്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. വലിയ ഇതായിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്കൊന്നും ചെയ്യില്ല കേട്ടോ. ലൈക്കൊന്ന് അടിച്ചു വിട്ടേക്ക്. അതെ, ഒന്ന് അടിച്ചു വിടാൻ കിട്ടി. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊക്കെ വരണതായിരിക്കും. അവധി ദിവസങ്ങളിൽ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോസൊക്കെ വരണമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്മാഷ് റോഡ് തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഗാർബേജ് ട്രക്ക് ഗൈസ്, നമുക്ക് അതൊന്ന് വെറുതെ എടുത്ത് നോക്കിയാലോ. ഒരു സംഭവം ഉണ്ട് ഗൈസ്, ഗാർബേജ് കളക്ട് ഉണ്ട്. എന്നാൽ നമുക്ക് ആ ടാസ്ക് ചെയ്യാം ഗൈസ്. ഇതിനകത്തുണ്ടല്ലോ ഗാർബേജ് കളക്ട് ഉണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആ സാധനമെങ്കിലും കിട്ടട്ടെ. ഇതിനകത്ത് ഗാർബേജ് കളക്ട് ഉണ്ട് ഗൈസ്, എനിക്കറിയാം. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗാർബേജ് കളക്ട്. ഇതാണ് ഗാർബേജ് അല്ല, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഗാർബേജ് കളക്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയാം ഗാർബേജ് ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഗാർബേജ് ഒന്നും ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. ഇതാ ട്രക്ക് തന്നെ, ഈ ട്രക്കിലല്ലേ ഗാർബേജ് കളക്ട് ചെയ്യുക. എന്നിട്ട് ഗാർബേജ് ഇവിടെ വേസ്റ്റ് കാണുന്നില്ല ഗൈസ്. വേസ്റ്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഗാർബേജ് കളക്ടർ എങ്ങനെ, അല്ല ഗാർബേജ് കളക്ട് എങ്ങനെ ചെയ്യപ്പോ? നീ കാണാ വേസ്റ്റ് നമ്മളിങ്ങനെ നിക്കണ. അറസ്റ്റ് അതാണോ വേസ്റ്റ്? അറിയില്ല. നിങ്ങൾക്ക് ഗാർബേജ് കളക്ട് എന്ത് കൂട്ടാന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ ഇതില്ലേ കീ ടു സക്സസ് എന്താ സംഭവം എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കത് അറിയില്ല കീ ടു സക്സസ് എന്താ സംഭവം. അവിടെ പോകുമ്പോൾ കീ നീടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ കീ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുണ്ടായിരുന്നുള്ളൂ. ബൈ.